ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉണ്ണിച്ചടാ, ഇനി വരാൻ പോകുന്നു ബ്ലാംഗ്ലൂർ ഡേയ്സ്. യെസ്. ഉണ്ണി സാറിന് അത് ഓൾറെഡി അറിയായിരുന്നു ബ്ലാംഗ്ലൂർ ഡേയ്സ് വരാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പിറുപിറുക്കുക, ഇത് തകർക്കും ഇത് തകർക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാട്ട് കണ്ടു ഞാൻ. ആ പാട്ട് കണ്ടപ്പോ ഇത് അതിഗംഭീരമാക്കും എന്നുള്ള അത് ഏത് പാട്ടാ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് താമസിപ്പിക്കണം. അത് ബ്ലാംഗ്ലൂർ ഒരു പാട്ടാണ്. ഫ്രം ബ്ലാംഗ്ലൂർ അവർ ഓൺ ശ്രേയ ഘോഷാൽ. ശരിക്കും ജോത്സ്നേച്ചി വന്ന് നിൽക്കുന്ന പോലെ കാണാൻ വേണ്ടി ഇന്നത്തെ ആ ഹെയർ സ്റ്റൈലും ആ സ്റ്റൈലിംഗ് ഒക്കെ മൊത്തത്തിൽ ശരിക്കും ജോത്സ്ന ചേച്ചിയെ പോലെ ഉണ്ട്. I feel it's a great honor to welcome Shreya Ghoshal. Yes. From Bangalore. From Bangalore. Okay. Shreya. Yes sir. എങ്ങനെയുണ്ട്? സുഖം. ക്വാർട്ടർ ഫൈനൽ വൈബ്സ് അടിപൊളിയാണ്. ആണോ? എങ്ങനെ കോൺഫിഡന്റ്? On a scale of 1 to 10 എവിടെ നിൽക്കുന്നു കോൺഫിഡൻസ്? 10 ആയിരിക്കും. 10 on 10? Fully confident. 10 on 10? That's great, അല്ലേ? നല്ലൊരു കേടി. തേർഡ് പെർഫോമൻസ് ആണ് അല്ലേ ക്വാർട്ടർ ഫൈനലത്തെ? യെസ്. മൗന സരോവരം. Yes. അപ്പൊ മൗനമായിട്ട് നിൽക്കേണ്ടി വരും. ആണോ? I guess. അതിന്റെ ഒരു ഹമ്മിങ് ഇല്ല ആദ്യം, അല്ലേ? അത് ഉഗ്രനാണ്, ഈ പാട്ട് ഉഗ്രനാണ്, ചിത്ര ചേച്ചി ഉഗ്രനാണ്, അല്ലേ? ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? Year 1992. Okay. Movie Savitham. Music composer Johnson Master. Yeah. Lyrics Kaitapram sir. Yes. Singers Chitrama. ചിത്രമ്മ അല്ലേ? അപ്പൊ ഉഗ്രനാകണം കേട്ടോ. Thank you. എക്സ്പെക്ടേഷൻ ലെവൽ 100 on 10 ആണ്. Thank you sir. അതിലേക്ക് എത്തുവോ? Yes. Yeah. Yes. Okay. എത്തിക്കണേ. Yes. Okay. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. Thank you. നന്നായി പാടും കേട്ടോ. Thank you. Best of luck. Thank you. അപ്പൊ എല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ബ്ലാംഗ്ലൂർ കുട്ടിക്ക് വോട്ട് ചെയ്യാം.
സൂപ്പർ. സോ ദിസ് ഇസ് കോഫി ടൈം വിത്ത് അവർ ബാംഗ്ലൂർ ഗേൾ. കോഫി ടൈം എന്ന് പറയാൻ കാരണം എന്താ? ഒരു ചാറ്റ്. അല്ല, ഇവിടെ ഒരു ഫിൽറ്റർ കാപ്പി കുടിച്ച പോലെ ഉണ്ടായിരുന്നു. ഓ വൈ 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 ഫീലാണോ? അല്ല, അതിന്റെ ഉള്ളിലൊരു സംഭവമാണ്. ലാസ്റ്റത്തെ ആണോ? അല്ല, വേറെന്താ? ഈ പാട്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്വഭാവമാണ്. രാഗം, കാപ്പിരാഗം. കാപ്പി രാഗം. രാഗം കാപ്പി. നല്ലൊരു കാപ്പി കുടിച്ച പോലെയാണ്. എനിക്ക് ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓ. ചെന്നൈ പോകുമ്പോൾ ഞാനിങ്ങനെ തപ്പി തപ്പി നടക്കും. അണ്ണന് ഇഷ്ടമാണോ? പിന്നെ ആടാ. ജാസ്തി കഴിക്കില്ല. ആ, ഞാൻ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ എനിക്ക് വയറിന് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഫിൽറ്റർ കോഫി കഴിക്കുന്നത്. അപ്പൊ അതുപോലൊരു ഫീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മെലോഡിയസ്. എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ. കേട്ടോ, കാരണം ദിസ് ഇസ് എ വെരി വെരി ടഫ് സോങ്. It is, yes. അപ്പൊ ഈ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ വി വർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് ഇതിന്റെ അപ്രോച്ച് എന്നുള്ളത്. ഇത് നമ്മൾ കാണുന്നതിന്റെ അപ്രോച്ച്, നമ്മൾ ചങ്ക്സ് കാണുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ് ഈ ക്വാർട്ടർ ഫൈനൽ ഒരു സ്റ്റേജിൽ ഇത്രയും കോൺഫിഡൻസിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഈസ് സംതിങ് വണ്ടർഫുൾ എന്നാണ് Yes. നമുക്ക് തോന്നിയത്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ കാഴ്ചയുള്ളത്. ഓക്കെ, അത് കൈയടി. താങ്ക് യു. പിന്നെ ചില സ്ഥലത്തൊക്കെ ഷാർപ്പായിട്ടുണ്ട്, വേഗം ഉയർന്നു. അവിടെ ശ്രുതി കുറച്ച് ഉയർന്നു പോയി. ആ, ഷാർപ്പ് ആവാനായിട്ടുള്ള ടെൻഡൻസി മൊത്തം പാട്ടിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടമ്മിങ്ങിലും ഒരു ആ നിർത്തിയതിലും കുറച്ച് ഷാർപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ജനനി എഴുത്തില്ലേ, അത് കറക്റ്റ് ആയിരുന്നു, ആ സംഗതിയൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ആ സംഗതി എടുത്ത പോയിന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. പ്ലേസ്മെന്റ് അല്ലേ? പ്ലേസ്മെന്റ് എങ്ങനെയാ? ഇപ്പൊ കറക്റ്റ് ആണ്. ഇതുപോലെ തന്നെയാണോ നേരത്തെ പാടിയത്? കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ആ, കുറച്ചും കൂടെ ജനനി നേരത്തെ കുറച്ച് നീട്ടി അല്ലേ? ആ. നീ അങ്ങനെയാണ് പാടിയത്. ഉം. ജനനീ അങ്ങനെ വരണം. ആ, അപ്പൊ ഒന്നുകൂടെ പാടിക്കേ. അതിന് മുമ്പുള്ള ലൈൻ. ആത്മാലാപം നോകരാനണയുമോ സുഹൃദയം ജനനീ. ആ, ആഹാ. അത് ഈസി ആയിട്ട് വരുന്നുണ്ട് ആ സംഗതി. യെസ്. അതുപോലെ അടുത്ത ചരണത്തിന്റെ മണ്ണിൻ മാറിൽ കേൾപ്പൂ സഫലമാം കവിതതൻ താളം. താളം 1 2 3. ആ, അതാണ് കറക്റ്റ്. ഇതിപ്പോ ഇംപ്രവൈസ് ചെയ്ത് പാടിയ പോലെ തോന്നും. അത് ഇംപ്രവൈസേഷൻ അല്ലായിരുന്നു, അത് കുറച്ച് നേരത്തെ എടുത്തതായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ഒരു കവർ സോങ് പോലെ കാണുകയാണെങ്കിൽ നമുക്കത് ഓക്കെ ആക്കാം. പക്ഷെ ഇത് കവർ സോങ് അല്ലല്ലോ. അപ്പൊ ശ്രീകുട്ടി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. സഫലമാം കവിതത്തൻ താളം. ആ മാം എന്നുള്ളത് കുറച്ച് ഷാർപ്പായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഷാർപ്പ് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ദീസ് ഇഷ്യൂസ് ആർ ഷാർപ്പ്. അപ്പൊ ഇൻ കേസ് എന്താ അറിയോ, ശ്രീകുട്ടി ഭയങ്കര ഷാർപ്പ്. അതാണ് ഈവൻ ലാസ്റ്റ് റൗണ്ട് ഓർമ്മ ഉണ്ടാ? ഷാർപ്പാണ് പാടിയിരുന്നത്, ഫ്ലാറ്റ് അല്ല. അതെ അതെ. അപ്പൊ അതൊന്ന് നമുക്ക് എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. എസ്പെഷ്യലി ഇഫ് യു ഗെറ്റ് ടു ദ സെമി ഫൈനൽസ്. ഓക്കെ, കുറച്ച് അവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ in terms of your bravery to take up this song for quarterfinals and attempting this in such a way that it sounded good is not a normal thing. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമ്മളൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ എത്തിയിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഒരു ചാലഞ്ചിങ് സോങ് തന്നെ എടുത്ത് അത് ഭംഗിയാക്കണം എന്നുള്ളൊരു തീരുമാനത്തോടെ വളരെ ഭംഗിയാക്കി. ഓൺലി ഇഷ്യൂസ് ഇസ് അവിടെയും ഇവിടെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഷാർപ്പാവാനുള്ളൊരു ടെൻഡൻസി. പക്ഷെ കേൾക്കാൻ ഭയങ്കര സുഖമായിരുന്നു. ത്രൂ ഔട്ട് ദ സോങ് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിരുന്നു. ബ്യൂട്ടിഫുൾ ആയി പാടി. പിന്നെ ആ സഫലമാമൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു പൊടിക്ക് മേലെ പോയി. അത് വരും അങ്ങനെ പാടുന്ന സമയത്ത് ലൈവായിട്ട് പാടുമ്പോൾ ഫസ്റ്റ് പല്ലവിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയി പാടി. ഗുഡ്. ഈ പാട്ട് ശ്രീകുട്ടി ടെക്നിക്കലി എത്ര ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതിനൊരു പ്രൂഫാണ്. അതാ എനിക്ക് പറയാൻ തോന്നുന്നത്. കേട്ടതിന് ശേഷം ഫോക്കസ്ഡ് ആയിട്ട് ടെക്നിക്സ് ഒരുപാട് ശ്രീകുട്ടി ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ പാട്ടെന്ന് കേട്ടോ. അതാണ് ജനനി
അതിന്റെ ആ എൻഡ് ഉണ്ടല്ലോ, ആ. അത് എന്ത് സ്മൂത്ത് ആയിട്ടാ വന്നത്. സോ സ്മൂത്ത്, അതായത് എഫേർട്ട്ലെസ് ആയിട്ടാണ് പല പല എന്താ പറയുക കുനുകുനായുള്ള സംഗതികളൊക്കെ ശ്രീകുട്ടിക്ക് ഇങ്ങനെ വരുന്നത്, വിച്ച് ഇസ് സോ ഗുഡ്. ആൻഡ് ഐ തിങ്ക് ശ്രീകുട്ടിയുടെ ഈ ഒരു ജേർണിയിൽ ശ്രീകുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വന്നിട്ടുണ്ട്. ആരെക്കൂടെ എനിക്ക് വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു, ഏറ്റവും പെർട്ടനൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ശ്രീയക്കുട്ടിയുടെ ഒരു കംഫർട്ട് സോൺ അല്ല ഒരിക്കലും കർണാട്ടിക് രാഗങ്ങളും അതിലുള്ള സോങ്സ് എന്ന് പറയുന്നത്. സോ അത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കംഫർട്ട് സോണിലല്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്ന് അത് ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് ശരിക്കും അല്ലേ? എനിക്കൊന്നും ശ്രീകുട്ടി അതില് എന്താ പറയാ കോൺഫിഡന്റ് ആണ്, ഇത് പാടാൻ പറ്റും, അതറിയാം. ഷീസ് വെൽ അവെയർ അബൌട്ട് ഹെർ ടാലൻസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീകുട്ടിക്ക് അത് പലപ്പോഴും മേ ബി ആ ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്ക് സംശയമാണ്. ഇതൊരു കർണാട്ടിക് ആംഗിൾ. ഇപ്പം നേരത്തെ കാപ്പി ഫിൽട്ടർ കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകുട്ടി ഈസ് ലൈക്ക് ഓക്കെ കാപ്പി എന്താണ് അതെന്ന് മനസ്സിലാവണം കൂടെ ഇല്ല. അപ്പൊ അങ്ങനെ ആലോചിക്കണില്ല. അതിന്റെ മെലഡി ഇഷ്ടപ്പെട്ട, ആ പാട്ടിന് ഇഷ്ടപ്പെട്ടിട്ട് ശ്രീകുട്ടി അത് പെർഫോം ചെയ്തതാണെന്ന് ശരിക്കും എവിഡന്റ് ആയിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. വീണ്ടും മൈക്കിന്റെ സെയിം ഇഷ്യൂ ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് ഇപ്രാവശ്യവും കുറച്ച് മൂക്കിന്റെ അടുത്തേക്ക് പിടിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പല്ലവി എത്തിയപ്പോഴത്തേക്കും ബ്രെത്തിന്റെ ഒരു ഇഷ്യൂവും കൂടെ ഫീൽ ചെയ്തു കേട്ടോ. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി. എനിക്ക് എന്തായാലും ടെക്നിക്കലി ശ്രീകുട്ടിക്ക് വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് ഒരു ബിഗ് വലിയൊരു കാര്യം. ശ്രീകുട്ടി എപ്പോഴും വളരെ സ്മൈലിംഗ് ആണ്, എപ്പോഴും പ്ലസന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ പാട്ട് പാടുന്ന സമയത്ത് ഒരുപാട് സീരിയസ് ആയി തോന്നും. അത് ശരി, എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഒന്ന് പ്ലസന്റ് സ്മൈലോട് കൂടി പാടിയാൽ ഈ പാട്ട് തന്നെ അതിമനോഹരമാവും. അത് കോമ്പറ്റീഷന്റെ പ്രഷറാണോ? ടെൻഷൻ ഉണ്ടായിരുന്നോ ഇന്ന്? കുറച്ചുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മുഖത്ത് ഇങ്ങനെ കാണാനുണ്ടായിരുന്നു ടെൻഷൻ. ഒന്ന് സ്മൈൽ ചെയ്ത് പാടി നോക്കുമെന്ന് ഒരു 4 ലൈൻ പാടി നോക്കൂ. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാംഗോലിയ തമ്പുരമീട്ടും സ്വരസുന്ദരിയ യാമിനി പോലും പാടുകയായി മധുഗാനം മായാ മൗനസരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. ഓ ലേ ശ്രീകുട്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ. ശ്രുതി നോക്കണം, ചിരിക്കണം, മൈക്ക് നോക്കണം. ഞാൻ എന്ത് ചെയ്യും? തലേന്ന് ഇങ്ങനെ അതെ, മിററിൽ നോക്കിയിട്ട് പാടി ശീലിക്കൂ. അപ്പൊ യു കൻ ചെക്ക് യുവർ എക്സ്പ്രഷൻസ്. നത്തിങ് എൽസ്. ഓക്കേ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേർണി അല്ലേ ശരിക്കും. ഈ ഒരു ജേർണി മാറ്റേഴ്സ്. കാരണം വോയിസ് നല്ല അട്രാക്റ്റീവ് ആണ്, വിഷ്വലി കാണാനും നല്ല സുഖമാണ്. എല്ലാം കൊണ്ടും നമുക്ക് കേൾക്കാനും കാണാനും കേൾക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിലെ ഞാൻ പറഞ്ഞെന്താ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ടു വെൽക്കം ശ്രേയ ഘോഷൽ. അതെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ശ്രേയ ആയതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പൊ നന്നായിട്ട് പാടി 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 വന്നാൽ ചിലപ്പം അതുപോലെ എത്താൻ പറ്റുമായിരിക്കും. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇവിടെ ഇട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് അവൾക്ക്, നല്ല ഹാർഡ് വർക്ക് ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. സോ ശ്രീയ ഗോയിങ് ടു ബി അവാർഡഡ് 98 out of 100 today. Thank you. അപ്പൊ ശ്രീകുട്ട ഹാപ്പി അല്ലേ? അങ്ങനെ ക്വാർട്ടർ ഫൈനലിലത്തെ 3 പാട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്ന് സമാധാനമായി ശ്വാസം എടുത്തേ നോക്കട്ടെ. ഓ ആ ചിരി അങ്ങ് തിരിച്ചു വന്നു. ഓക്കെ, മിടുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. സമാധാനമായി പോയി കിടന്നുറങ്ങി. നമ്മുടെ രാജ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ ഒക്കെ ഓർത്തുകൊണ്ട് ഇന്ന് ടോപ്പ് സിംഗറിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി കുട്ടിപ്പാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ സോങ് ആണ് വരാൻ പോകുന്നത്. ആസ്വദിക്കാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം
ചാർത്താൻ മഴ മഞ്ചാടിപ്പൂ മുത്താരിയായി കത്താം ഒരു പകലാളിത്തീരാം ഇടിയുടെ മിന്നൽ ചാർത്താൻ മഴ മഞ്ചാടിപ്പൂ മുത്തായി ഏപ്രിൽ മാസക്കാറ്റിലൂടെ കാവൽ മേഘമേ വരൂ പകലേ നിൻ ചിറകിന്റെ ചില്ലുപാടം ഓർമ്മകളാൽ നനയുന്നതെന്തിനോ സൂര്യാങ്കുരം ഓരോ സ്വരഹാരം പണിയാം ഓരോ ഹിമതീരം രുധിരം പോൽ ചിതറാം നെഞ്ചോടൊരു സാരംഗിയിൽ ഈണം പകരാം മരണമൊരമൃതിനു പകരമിതാ സൂര്യാങ്കുരം ഓരോ സ്വരഹാരം പണിയാം ഓരോ ഹിമതീരം രുധിരം പോൽ ചിതറാം നെഞ്ചോടൊരു സാരംഗിയിൽ ഈണം പകരാം മരണമൊരമൃതിനു പകരമിതാ മാറിൽ ചേർക്കാം ഒരു കടൽ മാർച്ചിൻ ഗീതം ഇതും ഒരു ഇന്ത്യൻ സ്വപ്നം ഇതു രാജ്യത്തിൻ സായോജ്യം മാറിൽ ചേർക്കാം ഒരു കനൽ മാർച്ചിൻ ഗീതം ഇതും ഒരു ഇന്ത്യൻ സ്വപ്നം ഇതു രാജ്യത്തിൻ സായോജ്യം ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം ഒരു താരാങ്കണം ആകാശം ചിന്നിച്ചിതറാം യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം രണമിതു മൃതിയുയരണമൊരു നാൾ ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം ഒരു താരാഗണം ആകാശം ചിന്നിച്ചിതറാം യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം രണമിതു മൃതിയുയരണമൊരു നാൾ തീയായി കത്താം ഒരു പകലാളിത്തീരം ഇടിയുടെ മിന്നൽ ചാർത്താൻ മഴ മഞ്ചാടിപ്പൂ മുത്താരിയായി കത്താം ഒരു പകലാളിത്തീരാം ഇടിയുടെ മിന്നൽ ചാർത്തായി മഴ മഞ്ചാടിപ്പൂ മുത്തായി വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം പിള്ളല്ലാരാ పాపల్లారా రేపటి భారత పౌరుల్లారా పిల్లల్లారా పిల్లల్లారా పాపల్లారా రేపటి భారత పౌరుల్లారా పిల్లల్లారా പാരുക്കുള്ളേ നല്ല നാട് ഭാരത നാട് പാരുക്കുള്ളേ നല്ല നാട് നമ്മ ഭാരത നാട് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല കേവലമൊരു പിടി മണ്ണല്ല കേവലമൊരു പിടി മണ്ണല്ല കേവലമൊരു പിടി